ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മളെ കേരളത്തിലെ ചാണക സംഖ്യകളെ കൊണ്ടുണ്ടല്ല മുത്തശ്ശിമാർക്ക് മുതുമുത്തശ്ശിമാർക്ക് വരെ പുറത്തിറങ്ങി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇന്നലെ പാലക്കാട് ഒരു ചാണക സംഖ്യ മുത്തശ്ശിയുടെ പ്രായമുള്ള സ്ത്രീനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് ആ മുത്തശ്ശിയോടും മുത്തശ്ശിയുടെ കുടുംബക്കാരോടും ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾക്കെല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിലല്ല എത്രയും പെട്ടെന്ന് ആ അക്കൗണ്ട് ഡിലീറ്റ് ആയിക്കോ. കാരണം ചാണക സംഖ്യകൾ ഈ പീഡിപ്പിക്കാൻ ശ്രമിച്ച ചാണക സംഖ്യനെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ അക്കൗണ്ടിൽ വന്നിട്ട് നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയ ആക്രമണം നടത്തും. കേരളത്തിൽ സംഘം കാവലുണ്ട്, BJP കേരളം പിടിക്കും, BJP കേരളം പിടിച്ചു കഴിഞ്ഞാൽ മാറാത്തത് മാറുന്നല്ല പറഞ്ഞിട്ടപ്പോ ഞാൻ ഇങ്ങനെയല്ലാട്ടോ വിചാരിച്ചത്. ഇതിപ്പോ സംഘം കാവലുണ്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സ്ത്രീകൾ കുളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ കുളിമുറിന്റെ പുറത്ത് എത്തി നോക്കാൻ സംഘം കാവലുണ്ട് എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. അല്ലെങ്കിൽ BJP കേരളം പിടിക്കുന്നുള്ള ഡയലോഗ് ഉണ്ടല്ല, അതിപ്പോ എല്ലാ സംഖ്യകളും കൂടി കേരളത്തിലെ സ്ത്രീകളെ കയറി പിടിക്കുന്ന അവസ്ഥയാണല്ലോ. മാറാത്തത് മാറുന്നു പറഞ്ഞത് മാറാത്ത കേരളം മൊത്തം നാട്ടിച്ച അവസ്ഥയായി. ഇതിന്റെയൊക്കെ രസം എന്താ വെച്ചാല് ഈ പരസ്യവാചകം കണ്ടുപിടിച്ച നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനില്ലേ, കേരളം അഴിമതിരഹിത കേരളം എന്ന് പറഞ്ഞ് മൂപ്പര് കർണാടകയില് വലിയ ഭൂമി പറ്റിക്കലും പഠിച്ചിട്ടാണ് ഈ ഡയലോഗും കൊണ്ട് ഇവിടെ വന്നത്. അതായത് ഏറ്റവും വലിയ അഴിമതി നടത്തിയ ചങ്ങയ്യെന്ന് കേരളം അഴിമതിരഹിത കേരളാക്കുന്നു പറഞ്ഞു നടക്കുന്നത്. എന്താണ് നമുക്ക് പാലക്കാട് ആ പാവ അമ്മൂമ്മയെ ചാണകസംഖ്യ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആ വാർത്ത ഒന്ന് കേട്ടിട്ട് വന്നാലോ? ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. പാലക്കാട് ആലത്തൂരിൽ പുറമ്പോക്കിലെ ഷെഡിൽ ഒറ്റയ്ക്ക് കഴിയുന്ന വയോധികയെ പീഡിപ്പിക്കാൻ ശ്രമം. BJP പ്രവർത്തകൻ കാവശ്ശേരി പാടൂർ സ്വദേശി സുരേഷിനെതിരെ പോലീസ് കേസെടുത്തു. ഇന്നലെ രാത്രി നടുറോഡിലിരുന്ന് മദ്യപിച്ച ശേഷമായിരുന്നു പീഡന ശ്രമം. അതല്ലേ ഇത് പൊളിച്ചിട്ട് അതല്ലേ ബെഡിന്റെ ഒരു വശം ഇളക്കി മാറ്റി പുലർച്ചെ 3 മണിയോടെയാണ് സുരേഷ് അകത്ത് കയറിയത്. വിശദാംശങ്ങളുമായി അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, ഞെട്ടിക്കുന്ന സംഭവമാണ്, എന്താണ് സംഭവത്തിന്റെ കൂടുതൽ വിശദാംശം? തീർച്ചയായും ബ്രിജേഷ്, ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ വയോധിക ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതൊരു ചെറിയ ഷെഡാണ്. ആ ഷെഡിന്റെ എല്ലാ സ്ഥലങ്ങളും ഇത്തരത്തിൽ പ്ലാസ്റ്റിക് പടുത്തേക്ക് വെച്ച് അടിച്ചിരിക്കുന്ന ഒരു ഷെഡാണ്. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വീടാണ്. അതിലേക്കാണ് രാത്രി 3 മണിയോടുകൂടി ഈ സുരേഷ് എത്തുന്നത്. എന്നിട്ട് ഈ ഷെഡിന്റെ ഒരു സൈഡ് പൊളിച്ചുകൊണ്ട് അകത്ത് കയറി അതിനുശേഷം മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി, നീ എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ വീണ്ടും ഭീഷണി മുടക്കിയതോടുകൂടി ഈ അമ്മ അവിടെ നിന്ന് ഇറങ്ങി പുറത്തെത്തി നിലവിളിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് മാത്രമല്ല സംഭവം അന്ന് ഉണ്ടായിരുന്നുള്ളതാണ്. നട റോഡിലിരുന്ന് പരസ്യമായി മദ്യപിച്ചു. അതിനുശേഷം സുരേഷ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ഡിവൈഎഫ്ഐയുടെ ഫ്ലെക്സ് ബോർഡുകൾ തകർത്തു. അതിൽ BJP പ്രവർത്തകരായ 4 പേർക്കെതിരെ, സുരേഷ് ഉൾപ്പെടെയുള്ള 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതുകൂടാതെയാണ് ഇത്തരത്തിൽ രാത്രിയിൽ ഈ മദ്യപിച്ചതിന് ശേഷം രാത്രിയിൽ ഈ വീട്ടിലെത്തി BJP പ്രവർത്തകനായ സുരേഷ് ഈ വയോധികയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുരേഷ് നിലവിൽ ഒളിവിലാണ്. ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എല്ലാ ചാണക സംഖ്യ നിനക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുരുങ്ങക്കോല് കഴിച്ചിട്ടുണ്ടല്ലോ, അണ്ടകടാഹം മൂത്ത് നിൽക്കുന്നതാണെങ്കിൽ നിനക്ക് ആ DYFന്റെ CPMന്റെ കൊടിമരം പൊരിച്ചില്ലേ, അപ്പൊ ആ മൂപ്പങ്ങ് കഴിഞ്ഞിട്ടില്ലേ? അതും പറഞ്ഞിട്ട് ആ പ്രായമുള്ള അമ്മൂമ്മന്റെ പിന്നാലെ എന്തിനാടാ ചാണക സംഖ്യ നീ പോയത്? വന്ന് നിന്നെയൊന്ന് വീട്ടിന്റെ അടുത്തല്ല നാട്ടിന്റെ തന്നെ അടുത്ത് കയറ്റാൻ പറ്റാത്ത അവസ്ഥയായിപ്പല്ല കേരളത്തില്. ഇനി നിങ്ങൾ നോക്കി ഈ ചാണക സംഖ്യനെ വെളുപ്പിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ തൊട്ട് ചാണക സംഖ്യ അഹോരാത്രം പണിയെടുക്കും. ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി, പ്രായപൂർത്തിയാകാത്ത വിദ്യ പകർന്നു കൊടുക്കേണ്ട ഒരു വിദ്യാർത്ഥിനെ പാലത്തായി പപ്പൻ എന്ന ഒരു വേട്ടാവളിയും പീഡിപ്പിച്ചിട്ട് ആ പാലത്തായി പപ്പനെ വെളുപ്പിക്കാനും ഓനെ പുറത്തിറക്കാൻ വേണ്ടി പിരിവിനരെ നടക്കുന്ന ചാണക സംഖ്യകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതുകൊണ്ട് അതേ അവസ്ഥയിലുള്ള ഈ ചാണക സംഖ്യനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും ചാണക സംഖ്യകളുണ്ടല്ല വാട്ടപ്പിരിവും സോഷ്യൽ മീഡിയ പിരിവും എന്ത് പിരിവാണോ ആ പിരിവൊക്കെ ആയിട്ട് വരും. കൂടെ ഇവനെ വെളുപ്പിക്കാനും വരും. ഇവര് വെളുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല വേണമെങ്കിലല്ല അമ്മൂമ്മ അങ്ങോട്ട് പോയതാന്ന് വരെ ഈ ചാണക സംഖ്യകൾ പറയും. കുറച്ച് ദിവസം പിന്നെ തെരഞ്ഞെടുപ്പിന് ടൈം വോട്ട് ചോദിക്കാൻ പോയ വീട്ടിലെ സ്ത്രീന ഒരു ചാണക സംഖ്യ കയറി പിടിച്ച് എന്നിട്ട് ആ ചാണക സംഖ്യനെ വെളുപ്പിക്കുകയാണ് നമ്മളെ കേരളത്തിലെ മറ്റുള്ള ചാണക സംഖ്യകൾ ചെയ്താൽ മതി. അത്രമാത്രം ആലോചിച്ചാൽ മതി നിങ്ങൾ. അതിനും കുറച്ചു മുന്നേ ഒരു ശാഖയിലെ പീഡനവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു യുവാവ് ആത്മഹത്യ ചെയ്തില്ലേ, ഒരു RS-കാരൻ. ആ RS-കാരനെ മൊത്തം കുറ്റം പറയുകയല്ലേ ഈ ചാണക സംഖ്യകൾ ചെയ്തത്. ആ യുവാവിനെ മാത്രമല്ല അവർ കുറ്റം പറഞ്ഞത്, ആ യുവാവിന്റെ അച്ഛനെ മരണപ്പെട്ട പണ്ടേ ഉള്ള ഒരു RS-കാരനെ കുറ്റം പറഞ്ഞ് ആ യുവാവിന്റെ സഹോദരിനെ അവരെ ഈ ചാണക സംഖ്യകൾ ഇവരെ വെളുപ്പിക്കാൻ വേണ്ടി കുറ്റം പറഞ്ഞു. ആ സംഭവം ചാണക സംഖ്യകൾ ആദ്യം ഇടില്ല മുസ്ലിങ്ങളെ തലയെ കെട്ടിയിടാൻ നോക്കി. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് ആ യുവാവ് മരണപ്പെടുന്നതിന് മുമ്പിലെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾ ജസ്റ്റ് രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് ആ യുവാവ് ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞത് ഒരു RS-കാരനെയും ഒരിക്കലും നമ്പാൻ പാടില്ലെന്ന്. അതായത് ജീവിതകാലം മുഴുവൻ അവന്റെ അച്ഛനും അവനും RSSന് വേണ്ടി പ്രവർത്തിച്ചിട്ട് RSS-കാരൻ ചെയ്ത ഒരു കുറ്റം പറഞ്ഞപ്പം ആ കുടുംബത്തെ മൊത്തം ആ ചാണക സംഖ്യകൾ കുറ്റക്കാരാക്കി. അതുകൊണ്ടാണ് ഒരു RS-കാരനെയും നമ്പാൻ പാടില്ലെന്ന് ആ യുവാവ് മരണപ്പെടുന്നതിന് മുമ്പേ ആ വീഡിയോ പറഞ്ഞത്. പിന്നെ വേറൊരു രസം, ഈ സംഭവം നടന്നത് പാലക്കാടാണ്. പാലക്കാട് ഒരു ജിമ്മനുണ്ട്, പീഡനത്തിനെതിരെ ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്ന ഒരു ജിമ്മൻ. ആ ജിമ്മന്റെ പേരിൽ തന്നെ നമ്മൾ സന്ദീപ് വാര്യർ ഒരുപാട് പീഡന കേസ് ആരോപിച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് പാലക്കാട് പഴയ നഗരസഭാ പ്രസിഡന്റ് അല്ലേ നമ്മളെ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന് തന്നെയാണ് പീഡന ആരോപണം വന്നിട്ടുള്ളത്. ഈ 2 വാട്ടാവളിയന്മാരും ബാക്കിയുള്ള ചാണകങ്ങളും കൂടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും സന്ദീപ് വാര്യരും പിന്നെ കുറെ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ പീഡന വീരന്മാരാണെന്ന് പറ്റി കളിയാക്കുന്നത്. എന്ത് യോഗ്യതയാണ് ചാണക സംഖ്യകളെ നിങ്ങൾക്ക് മറ്റുള്ളവരെ കളിയാക്കാനുള്ളത്?
ആദ്യം നിങ്ങളുണ്ടല്ലോ സ്വയം ഒന്ന് നന്നാകാൻ നോക്ക്, എന്നിട്ട് മറ്റുള്ളവരെ കളിയാക്കാൻ മതി കേട്ടാ. ഒന്ന് മാത്രം മലയാളികൾ ആലോചിച്ചാൽ മതി, ഒരു കോർപ്പറേഷൻ കിട്ടുമ്പോഴേക്ക് ചാണക സംഘങ്ങൾ കേരളത്തിൽ കളിച്ചു കൊടുക്കുന്ന കളികൾ കണ്ടില്ലേ? ഭരണം വരെ തുടങ്ങിയില്ല. ഭരണം തുടങ്ങിയതിനു മുമ്പേ അവരെ ശക്തി കാണിക്കാനും ഉടായ്പ് കാണിക്കാനാണ് ചാണക സംഘങ്ങൾ തിരുവനന്തപുരത്ത് വരെ ശ്രമിക്കുന്നത്. അതായത് ഉത്തരേന്ത്യയിൽ ഭരണം കിട്ടിയ സ്ഥലങ്ങളിൽ BJP കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ കണ്ടില്ലേ? അവിടെ പീഡിപ്പിക്കപ്പെട്ട യുവതികൾ ജയിലും, പീഡിപ്പിച്ച BJP നേതാക്കന്മാരുണ്ടല്ല അവര് പുറത്തുമാണ്. അവര് പുറത്തു നിന്നിട്ട് പീഡിപ്പിക്കപ്പെട്ട യുവതിയുടെ കുടുംബത്തെ വരെ ആക്രമിക്കുന്ന അവസ്ഥയാണ് നമ്മൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കാണുന്നത്. ഏകദേശം അതേ അവസ്ഥയുണ്ടല്ല BJP കേരളത്തിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയും ഈസി ആയിട്ട് വരും. അതുകൊണ്ട് ഇത്രയും പ്രായമായ അമ്മൂമ്മനെ വരെ വിടാതെ ഈ ചാണക സംഖ്യയിലുണ്ടല്ല നമ്മളെ വീട്ടിന്റെ അടുത്തുനിന്നല്ല നാട്ടിൽ നിന്ന് തന്നെ അകറ്റുക. ആ നാട്ടിൽ നിന്ന് അകറ്റിക്കഴിഞ്ഞാൽ ആ നാട്ടിൽ അത്രയും സമാധാനം ഉണ്ടാവും. പിന്നെ ചില നിഷ്പക്ഷ ചാണക സംഖ്യകൾ ചോദിക്കും ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയണമെന്ന്. രാഷ്ട്രീയമായിട്ട് പറയുക തന്നെ വേണം ചാണക സംഖ്യകളെ. കാരണം മരണത്തിൽ വരെ മരണപ്പെട്ടവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയം പറഞ്ഞ ചാണക സംഖ്യകളെടുക്കുക. അവർ ചെയ്ത ഈ ചെറ്റത്തരം രാഷ്ട്രീയമായിട്ട് തന്നെ മറുപടി പറയണം. ഇങ്ങോട്ട് അങ്ങനെയാണോ ചാണക സംഖ്യകളെ അതിന്റെ 100 ഇരട്ടി തിരിച്ച് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല.